ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്തിനാണ് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാൻ വേണ്ടി വന്നിട്ട് ആള് കുറച്ച് മൊടയാണ്. നമ്മളോടൊക്കെ നല്ല സീനാണ്. അല്ല, നമ്മളോടൊക്കെ നല്ല പോലെയാണ്. ബാക്കിയുള്ളവരോട് കുറച്ച് മൊടയാണ്. പക്ഷെ ആളും ഞാനും തമ്മിൽ കുറച്ച് സാമ്യതകളുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആണ് ഞാൻ പറഞ്ഞ ആളെ പേര് റോക്കി എന്നാണ്. കണ്ട, റോക്കി എന്ന് വിളിക്കുമ്പോൾ ഓക്കെ ഓക്കെ മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ആള് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കിടക്കുക. ഞാൻ ഇവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടാവും അകത്ത്. വീട്ടിൽ കുറച്ച് പ്രശ്നമായതുകൊണ്ട് അകത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടാണ്. അപ്പോൾ ആളതുകൊണ്ട് ഇങ്ങനെ കിടക്കുക. വിളിച്ചപ്പോൾ വിളിയേക്കും. ഓക്കെ കണ്ട, സാമ്യതകൾ ഞാൻ പറഞ്ഞുതരാം. സാമ്യതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെ പോലെ തന്നെ പാവാണ്. ആരോടും വലിയ ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല. ഇൻട്രോവേർട്ടാണ് ആൾ ഇൻട്രോവേർട്ടാണ്. ആര് തന്നു കഴിഞ്ഞാലും ഒന്ന് സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരയ്ക്കാനും ഒന്ന് മടിയാണ് ആൾക്ക്. ആൾ വന്ന് പിന്നെ എന്നോട് സംസാരിച്ച്, പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്നോട് സംസാരിച്ച് ഞങ്ങളൊന്ന് വൈബായി ഒരു കംഫർട്ട് സോണിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുരയ്ക്കും. എന്നാലേ സംസാരിക്കുള്ളൂ ആൾ. പിന്നെ എൻ്റെ അടുത്തേക്കൊക്കെ ആൾ വന്ന് സംസാരിച്ച് എൻ്റെ തോളകളിലൊക്കെ പുതിയ ഒരാൾ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾ അപ്പോഴൊക്കെ കുരയ്ക്കുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ ആര് വന്ന് പോയാലും ആളൊരു ഇൻട്രോവേർട്ടാണ് എന്നെ പോലെ തന്നെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാവാ. തൊള്ള കൈയിട്ടാലും കൂടി കടിക്കില്ല. പഞ്ച കണ്ടാ തൊള്ള കൈയിട്ട് പോയി കിടക്കണം. എന്തിനാ അറിയോ? ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാ. ചൊറിഞ്ഞു കൊടുക്കാൻ ഒരു നോട്ടം നോക്കും. ഓക്കെ കണ്ട, കായ് ഒന്നിച്ചിങ്ങനെ തൊള്ള കൈയിട്ടാ. കണ്ട പല്ലൊക്കെ കണ്ട, പല്ലൊക്കെ സീന. നിന്നൊക്കെ എത്ര കടി കിട്ടിക്കണെന്ന് അറിയിക്കും ഈ പല്ലേന്ന്. ഇങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. പിന്നെ വന്ന് ചൊറിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആൾക്ക് സന്തോഷം. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വരും. പിന്നെ വന്നിങ്ങോട്ട് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തുറന്നെടുക്കാൻ വേണ്ടി ഇങ്ങനെ വരും. കണ്ട. പിന്നെ അടുത്ത സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ മുഖത്തേക്ക് നോക്കൂല. എന്നെ പോലെ തന്നെ. പെൺകുട്ടികളെ മുഖത്തേക്ക് നോക്കില്ല. പ്രേമൊന്നും ആയിട്ടില്ല ആൾക്ക്. ഇപ്പോഴും 5 വയസ്സാവാനായി. പ്രേമിക്കാൻ പെൺകുട്ടികളെ കണ്ടിട്ട് വേണ്ടേ? ഞാൻ മാത്രമേ ഉള്ളൂ പ്രേമിക്കാനല്ല കേട്ടോ, ഒരു കൂട്ടിന്. പിന്നെ റോക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാണ്. വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിൽ ഒന്നും ആൾ നടത്തില്ല. എന്തുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് കുരച്ച് ശല്യപ്പെടുത്തി നമ്മൾ പുറത്തേക്ക് വിടണം. എന്തെങ്കിലും 1 2 സാധിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ആൾ നല്ല വൃത്തിയാട്ടോ. ആ കാര്യത്തിലൊക്കെ ആൾ സൂപ്പർ. അതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് ഭാഗ്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാം. എല്ലാം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇത് കൂടും വൃത്തിയാക്കി ഇതിനെയും നനച്ച്, കൂട് വൃത്തിയാക്കുമ്പോൾ ഇത് നനയും, അങ്ങനെ ഇതിനെയും നനച്ച് അപ്പോൾ കിടന്ന് ഇതാക്കാൻ വേണ്ടി കാണിക്കാം. മനസ്സിലാ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. ഇത് തുറന്ന് ഈ ചൊറിഞ്ഞു കൊടുക്കാനേ. കൈ പിടിക്കുക. ആൾക്ക് എന്താ പറയുക, 5 വയസ്സ് ആയിക്കണം. 5 വയസ്സായിക്കണ്. കല്യാണപ്രായമൊക്കെ ആയിക്കണ്. ഇവന് കുട്ടീനെ നോക്കുന്നുണ്ട്. നമ്മളെ നല്ല തറവാട്ടിൽ പറഞ്ഞ കുട്ടികളെ തന്നെ നമ്മൾ നോക്കണേ. നല്ല ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക. നമ്മൾ എന്താ പറയുക, ആൾ റെഡിയാണ്. ആളിപ്പോൾ അങ്ങനെ കിടക്കുന്നു നോക്കണ്ട, ചാടിക്കളിക്കും. അപ്പോൾ ഇതൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാവും. ഇതുവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇനിയായിട്ട് ആൾക്ക് കുറച്ച് പറ്റാത്ത കാര്യങ്ങളുണ്ട്. പറ്റാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, തിന്നാൻ എന്ത് സാധനം കിട്ടിയാലും നമ്മൾ ഈ വീട്ടിലാണെന്ന്, ഇപ്പോൾ ഈ വീട്ടിലത്തെ ആണെന്നുണ്ടെങ്കിൽ ആൾ ഈ വീട്ടിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താ, നമ്മളെ വീടാണല്ലോ, ആൾക്ക് അറിയാം ഇതിപ്പോൾ നമ്മളെ വീടാണ്, ഓൻ്റെ വീടല്ല, നമ്മളെ വീടാണ്. അപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ നിൽക്കണം എന്നറിയാം. പക്ഷെ ഓൻ്റെ കൂട്ടിലാവും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും പിന്നെ നമുക്ക് തരില്ല. കടിക്കും. കടി ഉറപ്പാണ് അല്ലേ? കടിക്കും, നല്ല കടി കടിക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്ത് ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാത്രമായിട്ട് കൊണ്ടുപോകും. പാത്രം കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കാണ്ട് അവിടെ നിന്ന് തിന്നും. ഞാൻ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കുക. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആള്
എന്നാൽ കുറച്ച് നേരം നോക്കിങ്ങാണ്ട് ഒന്ന് എന്താ പറയുക കുറച്ച് നേരം ഇങ്ങനെ നോക്കിങ്ങാണ്ട് പിന്നെ കുറയ്ക്കും. അത് ഇഷ്ടമല്ല ആൾക്ക്. പിന്നെ എന്താ പറയുക, പിന്നെ മനുഷ്യക്കുട്ടികളെ ഇഷ്ടമല്ല. ബാക്കിയുള്ള ഒരു കുട്ടികളെ ഇഷ്ടമല്ല. നമ്മളെ മനുഷ്യന്മാരെ കുട്ടികളെ കണ്ണെടുക്കാൻ കണ്ടുകൂടാ. ഫോൺ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടിക്കൊന്നുമില്ല, പക്ഷെ ആൾ പേടിപ്പിക്കും, വൈത്താല ഓടി പേടിപ്പിക്കും. പിന്നെ പൂച്ചേനെ ഇഷ്ടമല്ല. പൂച്ചേനെ കണ്ടുകൂടാ, തവളേനെ കണ്ടുകൂടാ. തവളേനായിട്ട് കളിക്കുക ചെയ്യാം, മോന്തണ്ടൊക്കെ കുത്തിങ്ങാണ്ട്. പക്ഷെ പൂച്ചനെ കടിക്കും. പൂച്ചൻ്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഭാഗ്യം, ഇതുവരെ കിട്ടിയിട്ടില്ല. പൂച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു കടി കൊടുത്തിക്കണ്, പക്ഷെ പൂച്ചൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ആള്. പറയാണ്ടൊക്കെ ഞാൻ പറഞ്ഞിക്കണ്. ഞാനെങ്കിലും പെണ്ണ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം ടാ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ നിർത്താൻ പോവാണ്. എന്തെങ്കിലും പറയണ്ട? എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയല്ല. എന്തെങ്കിലും പറയണ്ട? ബാക്കി ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. മതി സന്തോഷം അറിഞ്ഞിരിക്കണം ആള്. പറഞ്ഞൊക്കെ അറിഞ്ഞെന്ന് തോന്നണം. എന്തേലും പറയണ്ട? എന്തേലും പറയണ്ട? ഒന്നും പറയാ. ചൊറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. കിടന്ന് ചൊറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, അപ്പോൾ ശരി. ചൊറിഞ്ഞു തരാ ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തട്ടെ. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ